എന്നെ സംബന്ധിച്ച് റിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് സങ്കടമില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടെ പേര് എനിക്ക് ശരിക്കും അറിയില്ല, അലിൻ ജോസ്. ആദ്യമായിട്ട് കാണുക. അഭിലാഷേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഒരാഴ്ച ആയി കാണും. ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അഭിലാഷേട്ടന് തന്നെ എനിക്ക് ഈ സിനിമ കോളനി എന്ന് പറഞ്ഞ സിനിമ അതിക്ക് മുന്നേ TV കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കാണുന്ന കോളനി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അവസരം വാങ്ങി തന്ന പുള്ളിയാണ്. അപ്പോൾ അതിലൂടെ കോളനിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത് എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ, കാരണം അതിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ഞാൻ ചെയ്യുന്നത്. എല്ലാവരും വിചാരിച്ചേക്കുന്നത് ഞാനാ നായിക എന്ന്. പക്ഷെ ഞാനല്ല നായിക. ആ ഒരു സ്ഥാനത്തിലാണ് ആ പടത്തിൽ എനിക്ക് കിട്ടിയേക്കുന്ന ക്യാരക്ടർ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഡാൻസ് കളിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പൊ അലിൻ ജോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കുന്ന കേസൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് അതിലൊന്നിലും പെടാൻ കഴിയില്ല. കാരണം വെച്ചാൽ എൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്തപ്പം ജസ്റ്റ് ഇച്ചിരി വൈറലായിട്ട് നല്ല രീതിയിൽ എന്നോട് പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അതിന് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് തമാശന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ കളിയാക്കുക വരെ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല നല്ല സ്റ്റെപ്പ് ഇടുമ്പം പുള്ളിക്ക് അത് അറിയുന്നില്ല. പുള്ളി വേറെ രീതിയിലൊക്കെ കളിച്ചു പോകുന്നു. അപ്പം പിന്നെ ഞാൻ പുള്ളിയുടെ രീതിയിൽ അങ്ങ് കളിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ പുള്ളിക്ക് വരാൻ കഴിയില്ല. അപ്പം ഞാനൊരു ഡാൻസർ എന്ന നിലയിൽ എൻ്റെ ഒപ്പം വരാൻ കഴിയാത്തതുകൊണ്ട് ഇവർ അഭിലാഷായിട്ടും പറഞ്ഞു നമുക്കത് വൈറലാക്കാൻ വേണ്ടിയാണ്, അപ്പം എങ്ങനെയെങ്കിലൊക്കെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ത് അതേ രീതിയിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കളിക്കാൻ പോയി ഇവർ നല്ല രീതിയിൽ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ രീതിയിൽ ഞാൻ കളിച്ചു. എന്നിട്ട് പോലും അതിൽ ഇച്ചിരി വൈറലായിക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇച്ചിരി കൂടെ പ്രപ്പോൺസ് രീതിയിൽ കളിക്കാൻ വേണ്ടി പുള്ളിക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് അഭിലാഷേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്ന പറയുമ്പോഴും പുള്ളിക്ക് അതിനൊന്നും കഴിയുന്നില്ല. എന്നിട്ട് ഞാനാണ് അങ്ങോട്ട് ചെയ്ത് കാണിച്ചത്. കാരണം ഞാനൊരു ഡാൻസർ, ഒരു ആക്ടർ, ഗ്ലാമർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരു മടിയും തോന്നില്ല. നമ്മൾ ക്യാമറയുടെ മുന്നേ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ചിലവർക്ക് തെറ്റായിട്ട് തോന്നാം. കാരണം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞ ഒരു ലോകം നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അപ്പം പിന്നെ നമുക്കൊന്ന് പാഷനും കൂടിയാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. സിനിമ ഇഷ്ടപ്പെടാത്ത കൊച്ചു കുട്ടികൾ പോലും ഇല്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന. പ്രായമായവർക്കും പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും കാണും. സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ഒരു ഇച്ചിരി നേരം അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ മുന്നിൽ ചെന്ന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സിനിമ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഇതെല്ലാം മറന്ന് അതിനെ ആസ്വദിച്ച് കാണും. അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ്, അതിൽ കുറച്ച് നമുക്ക് സമാധാനം കിട്ടും. അപ്പോൾ ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തികളാണ് ഈ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുകയുള്ളൂ. ഇപ്പം ഞാനൊരു ഗ്ലാമർ, ഇപ്പോൾ ഒരു മോഡലിങ്, ഞാൻ ഒരു പിക്നി ഇട്ട് ഇറങ്ങുക, അന്നേരം പറയും അവൾ അങ്ങനെയാണെന്ന് പറയുന്നില്ലേ. പക്ഷെ അവർക്ക് ഈ ക്യാരക്ടറിൻ്റെ വില എന്താണെന്നറിയില്ല. ഒന്നാമത്തെ കാര്യം ക്യാരക്ടർ എന്താണെന്നറിയില്ല. അവൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു. ഒരു സിനിമയാകുമ്പം അതിലൊരു കഥാപാത്രം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറാണ് അവൾ ചെയ്യുന്നത്, അവളുടെ ജോലിയാണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം, കല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ വേഷം ഞാൻ ഇടുന്നുണ്ട്, ആ വേഷം എനിക്കിഷ്ടമാണ്. ഞാൻ എല്ലാം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമാ ലോകത്ത് ഏത് ക്യാരക്ടർ കിട്ടിയാലും ഞാൻ അത് ആസ്വദിച്ച് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വേഷം ചെയ്താലും മറ്റുള്ളവർ ഇഷ്ടപ്പെടണം. ആ ഒരു ഇതിലൂടെ എന്നെ അവർ സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വർക്ക് എനിക്ക് കിട്ടണം എന്നോർത്തിട്ടാണ് നമ്മൾ ഓരോ വേഷങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അവർ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ആ വേഷം തള്ളിക്കളയില്ല. ഇപ്പം ഞാനൊരു വേഷം പറഞ്ഞ പോലെ ഒരു വേഷം ചെയ്തു, മറ്റുള്ളവർ 4 പേര് അപ്പുറത്ത് നിന്ന് കളിയാക്കാനും ചിരിച്ചാലും അവരുടെ മുന്നിൽ വീണ്ടും ഇടാൻ പറഞ്ഞാൽ ഞാൻ അതിനപ്പുറം ഇടും. എന്താ വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ജോലിയാണ്. അതെനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടം. ഓരോരുത്തരിപ്പോൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നു, ഓരോരുത്തരിപ്പോൾ മാഷായിട്ട് ജോലി ചെയ്യുന്നു, ടീച്ചറായിട്ട് പല ജോലിയും പലരും ചെയ്യുന്നു. അതിലൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലി എനിക്ക് ശരിയാണ്, ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ റിയ എന്ന് പറഞ്ഞൊരു ആ ചേച്ചി ഇപ്പോൾ എന്നെ കഴിഞ്ഞ് നല്ല പ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ആ ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മൂത്ത ചേച്ചിയുടെ പ്രായമുണ്ട്. എനിക്കിപ്പോൾ 28 വയസ്സാണ്. അതിലും നല്ല പ്രായമുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി ആ ക്യാരക്ടറിൽ പെട്ട ഒരാളാണെന്ന് ഞാൻ ഇപ്പോഴും 100% പറയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ കേട്ടിരുന്നത് കൊണ്ട് പറയാം, അല്ലെങ്കിൽ എനിക്കറിയില്ല. പുള്ളി പറഞ്ഞത് വെച്ച് ഞാൻ പറയാം, പുള്ളിക്കാരി ആ ഒരു മൈൻഡിൽ സഞ്ചരിച്ചത് കൊണ്ട്, ആ ഒരു രീതിയിൽ പോയത് കൊണ്ട് പുള്ളിക്കാരിക്ക് എന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനും കുറ്റം പറയില്ല. പക്ഷെ എന്നെ ഒന്നും കാണാതെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിപ്പോ മനുഷ്യനാണ്. ഇപ്പൊ അഭിലാഷേട്ടൻ പറഞ്ഞ നമ്മൾ ഇഷ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും അല്ലേ, അത് ആർക്കും ചോദിക്കാൻ അവകാശമില്ല. ഈ ലോകത്ത് എല്ലാ അവകാശവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ദൈവം എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നു, നീ എങ്ങനെ വേണേലും പൊയ്ക്കോ, പക്ഷെ നീ നിന്റെ ജീവിതത്തിലെ വഴി നോക്കണം എന്നാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. എൻ്റെ വിശ്വാസം കേട്ടോ, മറ്റുള്ളവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ വേണേലും ജീവിക്കാം.
അത് ആരുടെ അവകാശമല്ല. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാർ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കൂല. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ഞാൻ നാളെ നിങ്ങൾ എന്നെ കാണുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മരിച്ചു പോയെന്ന് വരും. മനുഷ്യൻ്റെ കാര്യം ഇന്നത്തെ കാലത്ത് പണ്ടെന്ന് സംബന്ധിച്ച് ആൾക്കാർ 100 വയസ്സ് വരെ 105 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സിന് മുകളിൽ പോകുന്നില്ല. കാരണം നമ്മുടെ ഫുഡിൻ്റെയും പല പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് ഇരിക്കുന്ന കാലം വരെ എത്ര കഷ്ടപ്പാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് പ്രതികരിക്കേണ്ടതാണ് പ്രതികരിക്കും, അല്ലാത്തതാണെങ്കിൽ നമ്മൾ ആസ്വദിച്ച് അങ്ങ് പോകും. ഇപ്പം എന്നെക്കുറിച്ച് പല എന്ത് പറഞ്ഞാലും നമ്മളത് ഇപ്പം എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ ടിക്ടോക്കിലൊക്കെ 1 മില്യൺ ലൈക്ക് വാങ്ങിയിട്ട് എനിക്ക് യൂട്യൂബിൽ ട്രോളൊക്കെ വന്നപ്പം ഇപ്പം എന്നെ ഇവിടെ തമ്മനം മാത്രമല്ല, ഈ യൂട്യൂബിൽ എൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം എന്നെ അറിയും. കാരണം അത്രയ്ക്കും വലിയ ആളായിട്ടല്ല, ഒരു ചെറിയൊരു വീഡിയോയിലൂടെയാണ് എല്ലാവരും എന്നെ അറിയപ്പെട്ടത്. അങ്ങനെയാണ് സിനിമയിൽ ഞാൻ കയറിയത്. അപ്പം എന്നെ ഡൽഹിയിലിരിക്കുന്ന പോലീസുകാർ SI വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പൊക്കിള് കണ്ട നിൻ്റെ തൊട കണ്ട ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു പെണ്ണാണെങ്കിൽ, അവൾ SI ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, നിങ്ങൾ നല്ലൊരു പെണ്ണാണെങ്കിൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇട്ട് തരാം, എൻ്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യും, പിന്നെ ഒരടി നീ മുമ്പോട്ട് വെക്കില്ല എന്ന് പറഞ്ഞവളെ ഞാൻ. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ വന്നു, ഒരുപാട് പരാതിയും ടിക്ടോക്ക് വഴി ഒരുപാട് കേസുകൾ വന്നിട്ടും എന്നെ അങ്ങനെ ചെയ്യും, നീ പാലാരിവട്ടത്തിറങ്ങ്, നീ തമ്മനത്തിറങ്ങ്, നീ ജീവനത്തോടെ ഇരിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും പലരും എന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അതിലും കൂടുതൽ ആൾക്കാരുണ്ട്. എന്നിട്ട് പോലും പേടിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആങ്ങളമാർ 2 പേരുണ്ട്, എനിക്ക് 2 ചേച്ചിമാരുണ്ട്, അച്ഛനും അമ്മയുണ്ട്. എൻ്റെ ആങ്ങളമാർ എന്നോട് മിണ്ടില്ല. എന്തുകൊണ്ട്? ഞാൻ ഈ ഗ്ലാമർ വേഷം ചെയ്യുന്നുണ്ട്. അവർ ഇഷ്ടപ്പെടണമെന്ന് എനിക്കില്ല. കാരണം അവരുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒരു വേഷം ഇടുന്നെങ്കിൽ ആ വേഷത്തിനുള്ള കൂലി എനിക്ക് കിട്ടുന്നു, ഞാൻ ആ കൂലി വെച്ച് ഞാൻ ജീവിക്കുന്നു. അപ്പം എനിക്ക് അവരുടെ അനുവാദം വേണ്ട. കൂടപ്പുറപ്പ് തന്നെ. പക്ഷെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് മിണ്ടിയാൽ മതി. ഇഷ്ടമില്ലാത്തവർ മിണ്ടണ്ട. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലം വരെ എനിക്ക് എന്ത് തോന്നുന്നു ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകും. കാരണം വെച്ചാൽ എനിക്ക് അതാണ് ഇഷ്ടം. പിന്നീടാണ് അപ്പോൾ പിന്നെ അവർ നമ്മളെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ നിൽക്കില്ല. അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ എനിക്കിപ്പോൾ റിയയെക്കുറിച്ച് പറയുന്നത്, റിയ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമില്ല. പക്ഷേ അവൾ ആ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ടാണ് മറ്റൊരു പെണ്ണിനെ പറയുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ റിയ എന്ന് പറഞ്ഞാൽ ആ ചേച്ചി എന്ന് വിളിക്കാനുള്ളൊരു ഇതെനിക്കില്ല. എങ്കിലും വയസ്സിന് മൂത്ത വെച്ച് ഞാൻ ഒരു മര്യാദ കൊടുക്കുക. എന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് റിയ എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ഇനി ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആ ചേച്ചി ഇതിൽ തന്നെയാണ് പോകുന്നതെന്ന് ഒരു സംശയമില്ല. അതെല്ലാവർക്കും പറയാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു സ്ത്രീയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം എനിക്ക് തോന്നിയില്ല പുള്ളിക്കാരി എന്നെ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഒരു പേടിയില്ല. ഇതിന്റെ പേര് ഇനി കേസ് വന്നാലും കോടതി പോകേണ്ട വന്നാലും എന്റെ പേരിൽ ഇനി ഇതിന്റെ പേര് കേസ് വന്നാലും കോടതി പോകേണ്ട വന്നാലും ഞാൻ അവിടെ ധൈര്യത്തോടെ പറയും, ഞാൻ ഇനിയും ചെയ്യും. ഇപ്പൊ പോലീസുകാരാണേലും ആര് SI ആണേലും എന്നോട് ചോദിക്കുക, നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യുക വെച്ചാൽ ഞാൻ ചെയ്യുന്ന അവരുടെ മുഖത്ത് നോക്കി പറയും. കാരണം എന്നെ തടയാൻ ഇവർക്ക് ആർക്കും ഒരു അവകാശവും ഇല്ല, അല്ലേ? ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് എൻ്റെ ഇഷ്ടമാണ്. ഇത് ആർക്കും ചോദിക്കാനുള്ള അധികാരമില്ല. നിസ്സാര കാര്യത്തിന് ഞാനൊരു ഗ്ലാമർ ഡാൻസ് ചെയ്തതിന് എൻ്റെ ആങ്ങള എൻ്റെ പേര് കേസ് കൊടുത്തിട്ട് സണ്ണിയിലേൻ്റെ എൻ്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് പോലീസുകാരെ കൊണ്ട് കാണിച്ച SI. അപ്പോൾ SI ചോദിച്ചത് എന്താണെന്നറിയാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, നിങ്ങളുടെ സഹോദരിയാന്ന് പറയണ്ട. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ഇഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ നടക്കും, ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും, ചിലപ്പോൾ കാറിൻ്റെ മണ്ടയിൽ നിന്ന് വരും, ചിലപ്പോൾ തുണി ഇച്ചിരി ഇട്ട് നടക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. ഞങ്ങളെല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടണ്ട എന്നാണ് അവർ പറഞ്ഞത്. അവരവർ ജോലി ചെയ്യുന്നു, അതിൻ്റെ പേര് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല, ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് വരാൻ പാടില്ല എന്ന് അങ്ങനെ കേസ് തള്ളി നീക്കി എന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ കോടതി കയറേണ്ടി വന്നാലും ഞാൻ ധൈര്യത്തോടെ തന്നെ പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇവരെന്നെ വിളിച്ചു, ഇവരുടെ കൂടെ ഞാൻ കളിച്ചു, അത്രേ ഉള്ളൂ. ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞ് ഞാൻ കളിച്ചു. ഇനിയിപ്പൊ ഈ നിമിഷം ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവര് ഏത് രീതി ആക്ട് ചെയ്യാൻ പറഞ്ഞാലും ഡബിൾ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കും. റിയക്ക് എന്ത് വേണേലും എന്നെ കുറിച്ച് ചെയ്യാം, എന്ത് വേണേലും പറയാം. റിയയുടെ വീട്ടിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും ഞാൻ ഈ പുള്ളിയും കൂട്ടിയിട്ട് പോയി ഞാൻ കളിക്കും, പുള്ളിക്ക് സമ്മതമാണെങ്കിൽ. ഒരു പേടിയില്ല. റിയ എന്നല്ല, ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ശരി, എൻ്റെ പേര് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ രോമത്തിൽ പോലും തൊടാൻ അവർക്ക് കഴിയില്ല. കൂടി വന്നാൽ ഈ ജന്മത്തിൽ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം. അത് എവിടെ വെച്ച് വേണേലും സംഭവിക്കാം. അത് മരണമല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് റിയക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. എന്തായാലും റിയ പറഞ്ഞ സ്ഥിതിക്ക് അഭിലാഷേട്ടൻ പറയുന്നുണ്ട് ഒരു ഡാൻസും കൂടെ ചെയ്യണമെന്ന്. അത് നമ്മൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. കാരണം അതും റിയക്ക് വേണ്ടി. റിയ പ്രതികരിക്കട്ടെ, റിയ മുന്നോട്ട് പോട്ടെ, കേസ് കൊടുക്കുന്ന കേസ് കൊടുക്കട്ടെ. എന്നാലേ എനിക്ക് ഇൻട്രസ്റ്റ് കൂടുള്ളൂ, എനിക്ക് എന്നാലേ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ റിയ എന്നെ സപ്പോർട്ട് ചെയ്യാണ്. റിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊപ്പം ഞാനും പോകണം,
അല്ലേ? റിയ എന്നെ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും പോയാൽ മാത്രമേ ഞാൻ ജയിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോകില്ലേ? അതുകൊണ്ട് എനിക്ക് തോക്കാൻ ഒരിക്കലും താല്പര്യമില്ല. എനിക്ക് ജയിക്കണം. ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ കാര്യത്തിൽ എനിക്ക് ജയിച്ചിരിക്കണം. ഇപ്പോഴും പറയാവോ? ചെറിയൊരു കാര്യം പറയാം, എൻ്റെ കുടുംബത്തിലെ കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഒരു പനി വന്നിട്ട് എൻ്റെ നേരെ മൂത്ത ആങ്ങള കൊണ്ടുപോയി വീട്ടിൽ വെച്ചു. ആങ്ങളെയും വൈഫും കൂടെ ചേർന്ന് ഫസ്റ്റ് തന്നെ IC കൊണ്ടിട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ ഇവിടെ ജസ്റ്റ് നിന്ന് മറ്റേ ബയോപ്സിക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എൻ്റെ ആങ്ങളയുടെ വൈഫ് എന്ത് ചെയ്തു, അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് ടെസ്റ്റിന് കൊടുത്ത് 10 ദിവസമാണ് ഡോക്ടറിന് വേണ്ടി. പക്ഷെ പുള്ളിക്കാരി ചെയ്തത് ആ 10 ദിവസം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി ഇവിടെ കുത്തിയെടുക്കാനും പറ്റില്ലെന്ന് പറഞ്ഞു. ക്യാൻസറാണ്, അപ്പോൾ കുത്തിയെടുക്കാനും പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ അമ്മ മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനും തറവാടിനും വേണ്ടിയാണ് എൻ്റെ ആങ്ങളെയും വൈഫും കൂടി ഇത് ചെയ്തത്. ഏറ്റവും മോനാണ്, എന്നെ കഴിഞ്ഞ് നേരെ മൂത്ത ആങ്ങളയില്ല. അപ്പം ആങ്ങളെ അമ്മ എന്നെ നോക്കി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ആങ്ങളേക്ക് കിട്ടുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ നേരെ മൂത്ത ആൾക്കാർക്ക് എല്ലാവർക്കും 1 ഏക്കറും 2 ഏക്കർ സ്ഥലമൊക്കെ കൊടുത്ത്, ഞങ്ങൾ അത്യാവശ്യം നല്ല സ്ഥലമുള്ള ആൾക്കാരായിരുന്നു, എല്ലാം കൊടുത്തു. എനിക്കൊന്നും തന്നിട്ടില്ല. ഞാൻ ഇവരുമായിട്ട് ചെറിയൊരു പിണക്കത്തിൽ എറണാകുളത്ത് വന്നു. അങ്ങനെ ഞാൻ ഇവിടെ സ്റ്റേ ആയതാണ്. അപ്പോൾ ആരുമായിട്ട് ഒരു ടച്ചില്ലായിരുന്നു. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കാണാൻ വരാൻ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ അങ്ങോട്ട് അവരെ ചെയ്യാമെന്ന്. ഇവർ ആരുടെ ഒരു ഹെൽപ്പും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പോഴും ആരുടെ ഹെൽപ്പിലല്ല ജീവിക്കുന്നത്. ഞാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ ജീവിക്കുന്നു. അപ്പം അമ്മ ഇപ്പോൾ വീട്ടിലുണ്ട്, കിടപ്പാണ്. അപ്പം അമ്മ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ചെയ്തു. 1.5 മാസം 2 മാസങ്ങളായി അമ്മേനെ വീട്ടിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ഛൻ ചെല്ലുമ്പോൾ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ആങ്ങളെയും വൈഫും കൂടി. എന്നിട്ട് അമ്മേനെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഭക്ഷണം കൊടുക്കാതെയും മരുന്നില്ലാതെയും. ഈ ക്യാൻസർ വന്ന ഒരാളെ ഭക്ഷണം കൊടുക്കാതെയും അതിൻ്റെ ചികിത്സ കൊടുക്കാതെയും ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പം 2 മാസമായപ്പോഴേക്കും അമ്മ തീരെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇളയ മോളെന്ന നിധിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും ഒന്ന് അമ്മേനെ കൊണ്ടുപോകണം, അല്ലെ അമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അച്ഛനൊരു കാര്യം ചെയ്യും, ആങ്ങളയുടെ വീട്ടിൽ നിന്ന് ഇറക്കിത്താ, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ആങ്ങളയുടെ വീട്ടിൽ നിന്ന് ഇറക്കി ഉടനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. RTC എന്ന് പറഞ്ഞ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞു എടുക്കാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്താൽ അമ്മ മരിച്ചു പോകുന്നു. അത് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് കൊച്ചിൻ ക്യാൻസർ സെൻ്ററിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ വന്നപ്പോൾ ആ ഡോക്ടർ ഞങ്ങളെ തള്ളിക്കളഞ്ഞു. പിന്നെ അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് വീണ്ടും അറ്റാക്ക് വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ജനറൽ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു ദിവസം IC ഇട്ടു. വൈകുന്നേരം 4:30-5 മണിയായപ്പോഴത്തേക്ക് അമ്മേനെ മെഡിക്കൽ കോളേജിലേക്ക് ആക്കി. അങ്ങനെ 1.5 ആഴ്ച 2 ആഴ്ചയോളം അവിടെ അഡ്മിറ്റ് ആക്കി. ഇപ്പോഴും അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ആങ്ങളയുടെ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ സ്ഥലവും സ്വത്തും വീടും എല്ലാം എടുത്തോ, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇട്ട ഡ്രസ്സോടെയാണ് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയത്. എന്നെ ഇവരെല്ലാം തള്ളിക്കളഞ്ഞതാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. എൻ്റെ അമ്മേനെ ഞാൻ നോക്കും, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ അമ്മയോട് ഈ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. എൻ്റെ ആങ്ങളെയൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ആങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരോട് മിണ്ടിയില്ലെങ്കിലും ഇവരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ കേസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ മരണാവസ്ഥ എത്തിയത് ഈ ആങ്ങളെയും വൈഫും കാരണം. അപ്പോൾ ആങ്ങളെ ഇത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആങ്ങളയുടെ വൈഫാണ് ഈ സംഭവം കൊണ്ട് ഒളിച്ചു വെച്ചത്. ആങ്ങളയുടെ വൈഫും ആങ്ങളയുടെ ചെറിയ കുട്ടിയുണ്ട്, ഇളയ കുട്ടി. ആ കുട്ടിയാണ് ഇത് ഒളിച്ചു വെച്ചത്. പക്ഷെ എന്തിനവർ ചെയ്തു? അവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാലോ, അതവർ ചെയ്തില്ല. അവർ ഒറ്റയ്ക്കെങ്കിലും പോയി ജീവിക്കൂലേ? അപ്പോൾ ഒരു ജീവൻ എടുക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ ശിക്ഷ എൻ്റെ ആങ്ങളെയാണേലും വൈഫാണേലും അത് അവരനുഭവിക്കണം. അപ്പോൾ ആ കേസിലൂടെയാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. എൻ്റെ അമ്മേനെയും വെച്ചിട്ട് കൊടുക്കാത്ത സ്ഥലമില്ല. വണ്ടിപ്പെരിയ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുത്തെ പോലീസുകാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതികരണം തരുന്നില്ല. അവരെൻ്റെ ആങ്ങളയ്ക്ക് സപ്പോർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവസാനം അവരെ കോൾ ചെയ്ത് ചോദിച്ചു, സാറേ നിങ്ങൾ എൻ്റെ ആങ്ങളയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ടോ? എങ്കിൽ അതേപോലെ ഒരു കൈക്കൂലി ഞാനും തരാം. എൻ്റെ അമ്മയ്ക്ക് ആ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കണ്ടതിൻ്റെ ആ റിപ്പോർട്ടൊന്ന് വാങ്ങിത്താ, എനിക്ക് അടുത്ത ചികിത്സ തുടങ്ങാനാണ്. അപ്പോൾ അവർ തന്നെ ആങ്ങളയുടെ കയ്യില്ലെന്ന്. ഇവർക്ക് എങ്ങനെ അറിയാം ആങ്ങളയുടെ കയ്യിൽ നിന്ന്? ആങ്ങളെ പറഞ്ഞില്ലാന്ന്. അത് കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി എൻ്റെ അച്ഛനെ വിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ്, ഇന്നാണ് ആ റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്. അപ്പം അവരുടെ ഉണ്ടോ ഇല്ലെന്ന് എന്താ ഉറപ്പ്? അവരുടെ ഉണ്ട്. അവർ കീറി നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെ റെഡിയാക്കി തന്നു. 3 ദിവസം കഴിഞ്ഞ് വന്നതിന് 3 ദിവസം കഴിഞ്ഞ് റെഡിയാക്കി സംഭവം കൈ തന്നു. അപ്പം എന്തായാലും അവർ ചെയ്ത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ ഞാൻ എന്തായാലും വാങ്ങിക്കൊടുക്കും. ആങ്ങളെയൊന്നും നോക്കില്ല, ആങ്ങളയുടെ വൈഫാണ്, കുടുംബമൊന്നും ഞാൻ നോക്കില്ല. തെറ്റ് ആര് ചെയ്യുന്നോ, ഇതിപ്പോൾ എനിക്ക് എൻ്റെ മക്കളാണേ ശരി, തെറ്റ് ചെയ്ത് അവർ ശിക്ഷ അനുഭവിക്കണം. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ചെയ്താൽ ഞാൻ അനുഭവിക്കണം. കാരണം ഇപ്പം എൻ്റെ അമ്മ ഈ അവസ്ഥയിലായത് എൻ്റെ ആങ്ങളയുടെ വൈഫ് ഒറ്റയെടുത്ത് ശാലിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കാരണമാണ്. അവൾക്കും 2 പെൺമക്കളുണ്ട്. നാളെ ഒരു സമയത്ത് ആ കുട്ടികൾ ഇവരെ അങ്ങനെ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? അമ്മ ചെയ്യുന്നതുകൊണ്ടാണ് മക്കൾ പഠിക്കുന്നത്, അല്ലേ? ഇന്നും
എനിക്ക് 2 കുട്ടികളുണ്ട്. ഇന്ന് ഞാൻ ഗ്ലാമർ ചെയ്യുമ്പം എൻ്റെ മോള് നല്ല രീതിയിൽ ഗ്ലാമറിൽ ഡാൻസ് കളിക്കും, വീഡിയോ എല്ലാം ചെയ്യും. എല്ലാവരും ചോദിക്കുന്ന അമ്മയും മോളും ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു അതെ, ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവളുടെ കഴിവ് അവൾ കാണിക്കുന്നു, എൻ്റെ കഴിവ് ഞാൻ കാണിക്കുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള അവൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മോൾ എന്നെ പോലെയാന്ന് പറയുന്നത്. ചിലപ്പോൾ എൻ്റെ കഴിഞ്ഞ് കടത്തി വെട്ടുമെന്ന് പറയുന്നത്. അത് സന്തോഷമുള്ള കാര്യം. എനിക്ക് എൻ്റെ കഴിഞ്ഞ് ബെറ്റർ ആവുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അവളായിക്കോട്ടെ, അവളുടെ ഇഷ്ടമല്ലേ. എനിക്ക് അവളെ തടയാൻ പറ്റില്ല. കൊച്ചുകുട്ടിയാണേലും ഞാൻ അവളെ തടയൂല. അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അതാണ് അവിടെ. ഞാൻ ആരും തടയില്ല. കാരണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ മോളിൽ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. നമ്മളിപ്പം അവൾ അങ്ങനെയാണ്, ഇങ്ങനെ പോകും ഇങ്ങനെ പോകും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരു പെൺകുട്ടീനെയും പറയില്ല, ഒരു പെണ്ണിനെയും പറയില്ല. കാരണം അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നു മറ്റുള്ളവർക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ഞാൻ എങ്ങനെ മറ്റുള്ളവർ മുന്നിൽ മറ്റുള്ളവരോട് സഹകരിക്കുന്നു, മറ്റുള്ളവരോട് ഇടപെടാൻ പഠിക്കുന്നു, അത് അവർക്ക് എങ്ങനെ അവർ വരുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, അത് മാത്രം അവർ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഞാൻ ആരെയും ദ്രോഹിക്കാനോ ആരെയെ കുറിച്ച് പരാതി പറയാനോ ബുദ്ധിമുട്ടോ ഒന്നിനും ഞാൻ പോകുന്നില്ല. ആരുടെയും ചെലവിലും ഞാൻ ജീവിക്കുന്നു, കഷ്ടപ്പെടുന്നു ജീവിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ റിയ എന്നവൻ്റെ ചേച്ചി ഇനി ഇതിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞാനും അതിലൂടെ മുമ്പോട്ട് പോകും. റിയ ചേച്ചി ഇത് ഒരു സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നിലത്തെ സ്റ്റെപ്പ് ഞാൻ വെച്ചിരിക്കും. എനിക്ക് ഒരു മടിയില്ല. ഞാൻ അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ എന്താകുമെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. കാരണം ഇവർ ക്ഷണിച്ചിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ ഡാൻസ് കളിച്ചത്. ഇനി ഇവരത് പറയുകയാണെങ്കിൽ ഞാനിത് അതിൻ്റെ അപ്പുറം ഇവരുടെ കൂടെ ചെയ്യും.